ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. 1 പത്രോസ് 5 അതിൻ്റെ 7-ാമത്തെ വചനം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി. പ്രാരംഭത്തിൽ പാടിയ പാട്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതെ ഇരുന്നിട്ടില്ല, ഒരു രാവും പുലരാതെ ഇരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഈ തിരമാലയിൽ ചെറുതോണിയിൽ അമരത്തിൻ്റെ അരികെ അവനുള്ളതാൽ. ജീവിതയാത്രയിൽ യേശു കൂടെ ഉള്ളതുകൊണ്ട്. ഈ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യം, ഈ പാട്ട് എഴുതിയത് ബഹുമാനപ്പെട്ട സാജനച്ചനാണ്. വലിയൊരു പാട്ടുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി റേഡിയേഷൻ ചെയ്ത്, രോഗത്തിൻ്റെ ഭാഗമായി ഉണ്ടായ റേഡിയേഷൻ 10-30 റേഡിയേഷനൊക്കെ ചെയ്ത് ഒത്തിരി ഭാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം വായിച്ച ഒരു ഭാഗമാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ലെന്നുള്ളൊരു വാക്ക്. ഇതെങ്ങനെയാണ് ആ ലേഖനം ഉണ്ടായത് ചോദിച്ചാൽ, 2 പേർ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് നിന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോകുമ്പോൾ ആ സ്ഥലത്ത് അതിശക്തമായ മഴ പെയ്തു. ഈ മഴ തോരാതിരുന്നപ്പോൾ ഇവർ 2 പേരും കൂടെ സംസാരിക്കും. ഒരാൾ പറഞ്ഞു, അയ്യോ ഈ മഴ നിൽക്കുന്നില്ല, വല്ലാത്തൊരു മഴയാണ്, ഇത് നിൽക്കുന്നില്ല, എപ്പം നമ്മൾ വീട്ടിൽ പോകുമെന്നൊക്കെ കംപ്ലൈൻറ്റും പിറുപിറുക്കും ഒക്കെ ചെയ്തപ്പോൾ അടുത്ത നാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഇന്ന് വരെയും ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, അത് തോർന്നിട്ട് നമ്മൾ ഭവനത്തിൽ പോകും എന്നെ കേൾക്കുന്ന. അങ്ങനെ ആണ് അച്ഛനെ ഈ പാട്ട് എഴുതി ധൈര്യപ്പെടാൻ ഇടയായത്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. തൻ്റെ ജീവിതത്തിൽ വന്ന വിഷയവും മാറിപ്പോകും. ഇന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം.
ഒരു വിഷയവും മാറാത്തതില്ല. യേശുവിന് മുമ്പിൽ മാറാത്ത ഒരു വിഷയമില്ല. കാര്യം എന്താ? അവൻ നിങ്ങൾക്കായി കരുതുന്നു. അതുകൊണ്ട് പിന്നെ പറയാം, ഒരു രാവും രാത്രിയും പിന്നെ പുലരാതിരുന്നിട്ടില്ല. നേരം വെളുക്കുമെന്നേ. ഒരു നോവും കുറയാതെ, ഒരു വേദനയും കുറയാതിരുന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു വേദനയിലാണെങ്കിൽ ഇന്ന് വിശ്വസിക്കണം, വേദന കുറയാതിരുന്നിട്ടില്ല, കുറയും യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളിന്നൊരു രോഗത്തിലായിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണം. സംശയിക്കരുത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നത്, ജീവിതയാത്രയിൽ മനം കലങ്ങി തകർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നു. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതുന്നു. അതുകൊണ്ട് സകല ചിന്താകുലവും ആരുടെ മേലിടണം? യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇടുക. സങ്കീർത്തനങ്ങൾ 55:22 വചനം ഇങ്ങനെ പറയാണ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. അപ്പോൾ ഭാരം ദൈവത്തിൻ്റെ മേൽ ഇന്ന് നമുക്ക് വെക്കാം. നിങ്ങളുടെ ആ വിഷയങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 25 വചനം ഇങ്ങനെ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. 32 വാക്യത്തിൽ പറയും, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. പിതാവാം ദൈവം എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളിപ്പം പോകുന്ന ജീവിത സാഹചര്യങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്, രോഗം അറിയുന്നുണ്ട്, വിഷയം അറിയുന്നുണ്ട്. അത് മാറി സൗഖ്യമാകാതിരിക്കത്തില്ല, അത് വിടുതലാകാതിരിക്കത്തില്ല. എത്ര വലിയ വിഷയമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ഇന്നും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കർത്താവ് കരുതുന്നതുകൊണ്ട് ഇന്ന് നമ്മുടെ സകല ചിന്താകുലവും ഇന്ന് കർത്താവിൻ്റെ മേൽ ഇടാം. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ദൈവത്തിൽ ഒരു കാര്യത്തിലും വിചാരപ്പെടരുത്. നാളെ എന്തായിത്തീരുമെന്ന് വിചാരപ്പെടരുത്. എന്നിട്ട് ചെയ്യണം, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതുകൊണ്ട് ഞങ്ങളുടെ സകല ചിന്താകുലവും ഇന്ന് കർത്താവിൻ്റെ മേലിടുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവല്ല ഏറ്റവും ബെസ്റ്റ് ഒരുക്കുന്നതിനായി സ്തോത്രം. അതിനെക്കൊണ്ട് ഒന്നിനെക്കുറിച്ചും ഞങ്ങൾ വിചാരപ്പെടാതെ ഞങ്ങളിന്ന് പ്രാർത്ഥനയാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് പകൽ സ്തോത്രത്തോടെ കർത്താവിൻ്റെ കയ്യിൽ തരുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ
ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല.